ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണോ? നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിന് വ്യൂസ് ലഭിക്കുന്നില്ലേ? നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതി ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണോ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് സൈഡ് സ്ക്രീനിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് നോക്കാം എങ്ങനെ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് ബ്രൗസ് ഫീച്ചറിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബിന്റെ റെക്കമെൻഡേഷനിലൂടെയൊക്കെ നമുക്ക് വ്യൂസ് ലഭിക്കുന്നതെന്ന്. ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഏത് തരം വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സോ ആയിക്കോട്ടെ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതായത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഷൂട്ട് ചെയ്ത വീഡിയോ എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രയും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി നോക്കാം എങ്ങനെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ ലഭിക്കുന്നതെന്നും യൂട്യൂബിന്റെ ബ്രൗസ് ഫീച്ചറിലൂടെയുള്ള വ്യൂസ് ലഭിക്കുന്നതെന്നും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഗാലറിയിൽ നിന്നും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ സെലക്ട് ചെയ്യുക. പലരും ചോദിക്കാറുണ്ട്, നമ്മൾ യൂട്യൂബിൽ നിന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് YT സ്റ്റുഡിയോയിലൂടെയും ക്രോമിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് ലഭിക്കില്ലേ എന്നൊക്കെ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. നമ്മൾ പ്രോപ്പറായിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങളുടെ വീഡിയോ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ ലഭിക്കുകയും വീഡിയോ വൈറൽ ആവുകയും ചെയ്യും. ഞാനിവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഓപ്പൺ ആയി വന്ന പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്കൊരു തംബ്നെയിൽ കൊടുക്കേണ്ട ഐക്കൺ കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗാലറിയിൽ നിന്നും തംബ്നെയിൽ കൊടുക്കേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യൂവറിന്റെ ഹോം പേജിലേക്ക് എത്തുമ്പോൾ അവർക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന തംബ്നെയിലായിരിക്കും. ആ ഒരു തംബ്നെയിൽ ക്യാച്ചിങ് ആണെങ്കിൽ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ആ ഒരു വ്യൂവർ അതിൽ ക്ലിക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു തംബ്നെയിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായതും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സ്. അത് ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താഴെയായിട്ട് വരുന്നത് വിസിബിലിറ്റി എപ്പോഴും നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി വേണം അപ്ലോഡ് ആക്കാൻ. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വീഡിയോ പബ്ലിക് ആക്കിയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ആവുകയില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യൂവേഴ്സിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ടൈം യൂട്യൂബിന് ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും അൺലിസ്റ്റഡ് ആക്കി വേണം അപ്ലോഡ് ചെയ്യാൻ. ഇനി താഴെയായിട്ട് വരുന്നത് ഓഡിയൻസ്. അത് നിങ്ങളുടെ വീഡിയോയുടെ കാറ്റഗറിക്ക് അനുസരിച്ച് വേണം കൊടുക്കാൻ. മെയ്ഡ് ഫോർ കിഡ്സ് ആണ്, അങ്ങനെയുള്ള വീഡിയോസ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. ഇല്ല എങ്കിൽ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക. ഇനി തൊട്ട് താഴെയായിട്ട് വരുന്നത് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന കീവേഡ്സിനനുസരിച്ചാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബിൻ്റെ സെർച്ചിൽ പോകുന്നതും ബ്രൗസ് ഫീച്ചറിലൂടെയുള്ള വ്യൂസ് നമുക്ക് ലഭിക്കുന്നതും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടതെന്ന് പറയാം. ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് പോലെ നമ്മുടെ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ടൈറ്റിൽ കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ 5-6 കീവേഡ്സ്, അത് നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട 5-6 കീവേഡ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാനലിന്റെ പേര് ഇവിടെ കീവേഡായിട്ട് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ കീവേഡായിട്ട് നമ്മുടെ ചാനലിന്റെ പേര് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചാനൽ വളരെ വേഗത്തിൽ തന്നെ യൂട്യൂബിന്റെ സെർച്ചിൽ വരുന്നതാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീഡിയോയ്ക്ക് ബന്ധമില്ലാത്ത കീവേഡാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിന്റെ അൽഗുരിതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് യൂട്യൂബിന് മനസ്സിലാവുകയും പല പ്രാവശ്യം നിങ്ങൾ ഈ ഒരു തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ യൂട്യൂബ് സ്ട്രൈക്ക് തരാനും അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആക്കാനുമുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ എൻ്റെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള കീവേഡ്സ് നൽകിയിട്ടുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് വരുന്നത് ലൊക്കേഷൻ. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്.
ഇനി താഴെയായിട്ട് പ്ലേലിസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി താഴെയായിട്ട് കമ്മ്യൂണിറ്റി, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിൽ നിങ്ങൾക്ക് കമൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഓൺ ഓഫ് ആക്കാവുന്നതാണ്. ഇനി അതിന് താഴെയായിട്ട് വരുന്നത് അലോ ഓഡിയോ റീമിക്സിങ്, ഓഡിയോ ആൻഡ് വീഡിയോ റീമിക്സിങ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റു 3 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഒന്നാമത്തത് എന്ന് പറയുന്നത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ്. ഈ ഓപ്ഷനാണ് നിങ്ങൾ ഓൺ ആക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ആണ് നൽകുന്നത്. ഇനി രണ്ടാമത്തെ അലോ ഓൺലി ഓഡിയോ റീമിക്സിംഗ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഓഡിയോ മാത്രം മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ആയിട്ടാണ് നിങ്ങൾ നൽകുന്നത്. ഇനി അതല്ല, മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഡോണ്ട് അലോ റീമിക്സിംഗ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഓഡിയോയും വീഡിയോയും തന്നെ മറ്റാർക്കും തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇനി ബാക്ക് വരിക. അപ്പോൾ ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന പേജ് യൂട്യൂബിന്റെ പുതുതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പേജാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം കാണാനായിട്ട് കഴിയും. അത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഏറ്റവും താഴെയായിട്ട് വരുന്നത് അൾട്ടർനേറ്റഡ് കണ്ടന്റ് ആണ്. അൾട്ടർനേറ്റഡ് കണ്ടന്റും ടാഗും. അപ്പോൾ ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏറ്റവും മുകളിലായിട്ട് ആൾട്ടേർഡ് കണ്ടന്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾ മറ്റാരുടെയും കണ്ടന്റ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ കൊടുക്കാം. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് വരുന്നത് ടാഗ്. അപ്പം നിങ്ങളുടെ അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ എന്ത് കീവേഡ് ആണോ കൊടുത്തത് അത് ആ കീവേഡ്സ് ഇവിടെ ഹാഷ് കീ ഇല്ലാതെ ടാഗ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈ രീതിക്കായിരിക്കില്ല കാണിക്കുന്നത്. എനിക്കിപ്പോൾ പുതുതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്ന പേജിൽ ഈ ഒരു ഇങ്ങനെയാണ് എനിക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ടാഗ് ഇവിടെ ആയിരിക്കില്ല കൊടുക്കേണ്ടത്, YT സ്റ്റുഡിയോയ്ക്കുള്ളിലായിരിക്കും. ഇവിടെയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ടാഗ് കൊടുക്കുക. നമ്മുടെ വീഡിയോ താഴെ അപ്ലോഡ് എന്ന ഓപ്ഷൻ കാണാം, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന കണ്ടന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ടൈമിൽ യൂട്യൂബിൻ്റെ പേജിൽ ആ ഒരു ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കീവേഡ്സ് ആയിട്ട് നിങ്ങൾ എന്താണോ കൊടുത്തത് അത് ഹാഷ് കീ ഇല്ലാതെ നിങ്ങൾ ടാഗ് ആയിട്ട് ഇവിടെ കൊടുക്കുക. ഇനി ആ ഒരു പേജിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് ചിലപ്പോൾ മിക്ക ആൾക്കാർക്കും അത് ഓൺ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓഫാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അലോ എംബഡിങ് ഓഫാക്കി വെക്കുന്നത് കൊണ്ട് ഉള്ള ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഒരു വ്യൂവർ കണ്ട് ഇഷ്ടപ്പെട്ട് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരാൾ അത് ക്ലിക്ക് ചെയ്ത് കാണുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കിയാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ അത് കാണാനായിട്ട് കഴിയില്ല. ഡയറക്റ്റായിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ അത് ഓൺ ആവുന്നതായിരിക്കും. ഇല്ല, നമ്മളത് ഓൺ ആക്കിയാണ് വയ്ക്കുന്നത് എങ്കിൽ ഇപ്പോൾ വാട്സപ്പിലോ മറ്റോ അവർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്രിയേറ്റർ ആയിട്ടുള്ള നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് നിങ്ങളിത് ഓഫാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വ്യൂസ് ലഭിക്കുകയുള്ളൂ. മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനൽസിനാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാനും കഴിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് വരാം. ഏറ്റവും മുകളിലായിട്ട് വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ വിസിബിലിറ്റിയിൽ ഏറ്റവും താഴെ അവിടെ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് കാണാം. അതിൽ ഏറ്റവും താഴെയായിട്ട് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഷെഡ്യൂളിൽ നിങ്ങൾ ഏത് ടൈമിലാണോ വീഡിയോ പബ്ലിക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈമും ഡേറ്റും അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ, അതായത് നിങ്ങൾ പബ്ലിക് ഇപ്പോൾ 6 മണിക്കാണ് പബ്ലിക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 5:50 നിങ്ങളുടെ ടൈം സെറ്റാക്കി വയ്ക്കുക. കാരണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ആവുകയും വേണം. നമ്മുടെ വ്യൂവേഴ്സിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ടൈം യൂട്യൂബിന് ലഭിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക് ആക്കേണ്ട ടൈമിന് കുറച്ച് മുന്നേ, അതായത് ഒരു 10 മിനിറ്റ്സ് മുമ്പെങ്കിലും നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ മോണിറ്റൈസ്ഡ്, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, മോണിറ്റൈസ്ഡ് ആയ ചാനൽസിലാണെങ്കിൽ ഇവിടെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുകൂടെ ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലൂടെ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വ്യൂസും വർദ്ധിക്കുകയും അതുവഴി തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കാവുന്നതാണ്. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല, ഇനി അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.